നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക്. എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുന്നു. ഇറാൻ ഇസ്രായേൽ US വാർ അപ്ഡേറ്റ് വീഡിയോ ആണ്. ഞാൻ കഴിഞ്ഞ രണ്ട് വീഡിയോ ചെയ്തിരുന്നത് ഇസ്രായേലി പ്രൈം മിനിസ്റ്റർ ബെന്യാമിൻ നെതന്യാഹുവിൻ്റെ ഡെത്ത് റിലേറ്റഡ് ആയിട്ടാണ്. ആൾ മരിച്ചു എന്നുള്ള രീതിയിലുള്ള ന്യൂസാണ് ഒരുവിധം എല്ലാ മീഡിയയിലും സർക്കുലേറ്റ് ചെയ്തിരുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു വീഡിയോ പുറത്തു വന്നു, അതിൽ വിരലിൻ്റെ ഇഷ്യൂ വന്നു, 6 വിരൽ. ഇതിനൊക്കെ അപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇത് മരിച്ചു എന്നുള്ളത് ചർച്ച ചെയ്യാൻ തുടങ്ങിയപ്പോൾ മരിച്ചിട്ടില്ല എന്ന് കാണിക്കാൻ വേണ്ടി ജസ്റ്റിഫൈ ചെയ്തുകൊണ്ട് ഒരു കോഫി ഷോപ്പ് വീഡിയോ പുറത്തു വന്നു. സത്താഫ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇസ്രായേലി കോഫി ഷോപ്പിൽ ഞാനങ്ങനെ മരിക്കില്ല, എൻ്റെ വിരൽ എണ്ണി നോക്ക്, ഞാനങ്ങനെ മരിക്കില്ല, ഐ എം ക്രേസി അബൌട്ട് കോഫി, ഐ എം ക്രേസി അബൌട്ട് മൈ പീപ്പിൾ, ഐ വുഡ് ഡൈ ഫോർ കോഫി, ഞാനൊരു കോഫിക്ക് വേണ്ടി മരിക്കും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ചങ്ങാതിരൊരു വീഡിയോ പുറത്തു വന്നിരുന്നു. നെറ്റിസൺസ് അഗെയിൻ ഈ ഒരു വിഷയത്തിൽ ഇത് AI വീഡിയോ ആണ്. കാരണം വെച്ചാൽ കാപ്പി ഇസ് അഗെയിൻസ്റ്റ് ദ ലോ ഓഫ് ഗ്രാവിറ്റി, അതായത് കാപ്പി പിന്നെ ഗ്രാവിറ്റിക്ക് അഗെയിൻസ്റ്റ് ആണ്. കാരണം ഫുള്ളായിരിക്കും നിൽക്കുന്ന ഒരു കപ്പിന്ന് ഈ കാപ്പി തുളുമ്പുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കാര്യങ്ങൾ അതിന് വന്ന് ഞാനതിനെക്കുറിച്ച് വീഡിയോ ചെയ്തിരുന്നു. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഒരു പുതിയ ഒരു വീഡിയോ കൂടി വന്നിട്ടുണ്ട്. ഈ ചങ്ങാതിര ഇയാൾ അവിടുത്തെ സ്ത്രീകളുടെ കൂടെയൊക്കെ വന്നിട്ട് സെൽഫി എടുക്കുന്നു, ചില കാര്യങ്ങൾ സംസാരിക്കുന്നൊരു വീഡിയോ. അതിൻ്റെ എക്സ്പ്ലനേഷനും കാര്യങ്ങളും വന്നിട്ടില്ല, ജസ്റ്റ് ഒരു 15 മിനിറ്റ് മുന്നേ വന്നിട്ടുള്ളൊരു വീഡിയോ ആണ്. ആ വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കണം, ഇതാണ് ഈ വീഡിയോൻ്റെ ഒരു ഉദ്ദേശം. രണ്ടാമത് ഇറാൻ്റെ ഒരു അറ്റാക്ക് അപ്ഡേറ്റ് ഉണ്ട്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ്. ആദ്യം നമുക്ക് ഈ നെതന്യാഹുവിൻ്റെ ഈ ഒരു വീഡിയോ കാണാം. അയാൾ എന്താ പറയുന്നതെന്നുള്ള മനസ്സിലായില്ല, പക്ഷേ അറ്റ്ലീസ്റ്റ് വീഡിയോ കാണാം. ഇപ്പോഴത്തെ ടെക്നോളജി ഇത്രയും അഡ്വാൻസ്ഡ് ആണ്, നമുക്ക് ഒരു കാരണവശാലും ഇത് ഫേക്കാണോ അല്ലയോ എന്നുള്ളത് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം വെച്ചാൽ ഈ നെതന്യാഹുവിൻ്റെ വീഡിയോ വന്നു കഴിഞ്ഞതിന് ശേഷം അതേ സ്ഥാനത്ത് അതേപോലെ പല ആൾക്കാരും ലൈക്ക് വി ഹാവ് സീൻ ഈ മുസ്തഫ ഖമേനി വരെ അതുപോലെ കോഫി ഷോപ്പിൽ നിന്ന്, ആ സെയിം കോഫി ഷോപ്പിൽ നിന്ന് കോഫി കുടിക്കുന്നതായിട്ടുള്ള വീഡിയോസ് പുറത്തു വന്നു. അപ്പോൾ നമുക്ക് ഒരു കാരണവശാലും നമുക്കിത് ആണോ അല്ലേ എന്നുള്ളത് പറയാൻ പറ്റില്ല. എന്തായാലും ഞാൻ ആ വീഡിയോ ഇവിടെ പ്ലേ ചെയ്യാം. פה עם שיר ושיר. איזה יופי. תודה רבה. תודה לכם. תודה רבה. תודה לכם. טוב, קצת לספוג שמש. שלום לכם. של מי הכלב? שלך. איזה סוג זה? כנענית, ישראלית. כנענית ישראלית, כל הכבוד. טוב, גם לה מגיע קצת. ישראלית אמיתית. יאללה, לכולכם מגיע. כן, כן. יצאתם להתעורר קצת? יפה מאוד. תראה, על ירושלים, יש משהו יותר יפה מזה? אין על ירושלים, אין, נהדר. הוא השתגע מזה. שמע, אני זוכר את זה. אתה זוכר? קוראים לו גיא. זה היה במטוס. אוקיי, תמסרו לו דש. איזה יופי. שלום. שלום לכם. גם אתם יצאתם קצת להתעורר? קצת להתעורר. כמובן שיש מרחב מוגן במקום כזה. מרחב מוגן, איפה את יודעת? ממש שמה, בטח. א' ב' זה לבדוק. כמה צעדים מכאן, נכון? כמה צעדים. יופי, זה הכי חשוב. קל לנצח ואנחנו נשמור על עצמנו. מצוין, זה בדיוק. חד משמעי. את אמרת הכי טוב. הציבור מבין את העניין. אבל הנה הפרט הכי חשוב. איך קוראים לך? שיר. מה ששיר אמרה, ואת? שיר גם. יש לנו 2 שירים כאן. מה ששיר ושיר אמרו זה הדבר המרכזי. צריך להבין, זה דורש אורך רוח, אבל זה גם אפשר לפעמים לצאת לרוח, להתאוורר, אבל תמיד להיות ליד מרחב מוגן, וגם פה יש. അപ്പോൾ ഇതാണ് ആ ഒരു വീഡിയോ. കാരണം മൂപ്പര് പിന്നെ ആൾക്കാരുടെ ഇടയിൽ പോകുന്നു, അവിടെ നിന്ന് എല്ലാവരുടെ കയ്യിൽ നിന്നും സെൽഫി എടുക്കുന്നത്. മുന്നത്തെ വീഡിയോ ആണെന്നുള്ള അറിയില്ല. മൂപ്പര് പോയി സെൽഫി എടുക്കുന്നു, പോക്കറ്റ് കൈയിട്ട് വെക്കുന്നു. കാരണം ആദ്യം തന്നെ ലോകം ചർച്ച ചെയ്തിട്ടുള്ള ഇയാൾ പോക്കറ്റ് കൈയിട്ടത് വീഡിയോ ആണെന്നുള്ളതാണ്. എന്തൊക്കെയോ ആൾക്കാരോടൊക്കെ കുശലം പറഞ്ഞ് സംസാരിച്ച് നടക്കുന്ന ഒരു നെതന്യാഹുവിനെ. കാരണം വെച്ചാൽ കോഫി ഷോപ്പിലും ഇതേപോലെ മാസ്ക് വെച്ചിട്ടുള്ള കുറച്ച് ആൾക്കാരെ കണ്ടിരുന്നു. ചില ആൾക്കാരൊരു ക്ലെയിം പറഞ്ഞു കേട്ടു, കാരണം കോഫി ഷോപ്പിൽ കൗണ്ടറിനകത്ത് എങ്ങനെയാണ് കസ്റ്റമേഴ്സ് നിൽക്കുന്നത്, കാരണം മാസ്ക് ഇട്ടിട്ട് കസ്റ്റമേഴ്സ് കൗണ്ടറിൻ്റെ അകത്ത് നിൽക്കാനുള്ള എന്തുകൊണ്ടാണെന്നൊക്കെ പറഞ്ഞിട്ട് പല കാര്യങ്ങളും ഇതിൽ പറഞ്ഞിരുന്നു. ചില ആൾക്കാർ 2014 വീഡിയോ ആണ് എന്ന് പറഞ്ഞിട്ട് ബില്ലിൻ്റെ സ്ക്രീൻഷോട്ട് കാണിച്ചിരുന്നു. അങ്ങനെ ഒരു പാർക്കിലൂടെ നടന്ന് ചില ആൾക്കാരോടൊക്കെ കുശലം പറഞ്ഞ് പട്ടികളെ കൊഞ്ചിച്ച് നടക്കുന്ന ഒരു നെതന്യാഹുവിനെ. നിങ്ങൾ മരിച്ചു എന്നുള്ളതാണ് നാട്ടുകാർ മുഴുവൻ പറഞ്ഞു നടക്കുന്നത്. അപ്പോൾ ഇയാൾ കൈ പിടിച്ചിട്ട് പറയുകയാണ്, എന്നെ കൈ തൊട്ട് നോക്കൂ, ഞാൻ മരിച്ചിട്ടില്ല, ഞാനിപ്പോഴും ജീവനോടുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ ആ സ്ത്രീക്കും കൂടി കൈ കൊടുക്കുന്നു. കൈ കൊടുത്തിട്ട് അവരെയും കൂടി വിശ്വാസത്തിലെടുക്കുകയാണ്. ലോകത്തിനെ തന്നെ വിശ്വാസത്തിലെടുക്കാനുള്ള പരിപാടിയാണ്. മൂപ്പര് മരിച്ചിട്ടില്ല, എന്നാരും വെടിവെച്ച് കൊന്നിട്ടില്ല, ഞാനവിടെ പോയി ചായ കുടിച്ചു എന്നൊക്കെയാണ് പറയുന്നത് തോന്നുന്നുണ്ട്. എന്താണ് അയാൾ പറയണമെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. പക്ഷെ എന്നാലും എൻ്റെ ഒരു
തോട്ട് ശരിയാണെങ്കിൽ ഇയാൾ പറയുന്നത് തന്നെയായിരിക്കും. കേട്ടോ, നാട്ടുകാർ മുഴുവനെ ഞാൻ മരിച്ചു എന്നുള്ളതാണ് പറയണത്. ഇപ്പോൾ നിങ്ങൾക്ക് ബോധ്യമായില്ലേ ഞാൻ ഈ സ്ത്രീനോട് സംസാരിച്ച സമയത്ത്? വളരെ കൃത്യമായിട്ട് നിങ്ങൾക്ക് ബോധ്യമായില്ലേ ഞാൻ ജീവനോടെ ഇരിപ്പുണ്ടെന്നുള്ളത്? ഇവരും എന്നെ കണ്ടിട്ടുണ്ട്. അതെ, എൻ്റെ കയ്യിലെ വിരലിനെ പറ്റിയാണ് ആദ്യം സംസാരിച്ചിട്ടുള്ളത്. ആദ്യം അവർ ഞാൻ എൻ്റെ വീടിന് ബോംബ് ചെയ്തു എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു. തന്നെയാണോ എനിക്കറിയില്ല കേട്ടോ. ആദ്യം എൻ്റെ വീടിന് ബോംബ് ചെയ്തു, എൻ്റെ കുടുംബക്കാർ മുഴുവൻ മരിച്ചു എന്നുള്ള കാര്യം ന്യൂസ് അടക്കം വരുന്നുണ്ട്. അങ്ങനെ യാതൊന്നും സംഭവിച്ചിട്ടില്ല, ഞാനിപ്പോഴും ജീവനോടുണ്ട് എന്നുള്ളതാണ് എന്ന് തോന്നുന്നുണ്ട്. ബെഞ്ചമിൻ നെതന്യാഹു എന്തോ പറയുന്നുണ്ട്. എന്തായാലും ഇതാണ് ഒരു അപ്ഡേറ്റ്. രണ്ടാമത്തെ കാര്യം, ഇറാൻ പരീക്ഷിക്കുന്ന സെജിൽ 2 എന്ന് പറഞ്ഞിട്ടുള്ള മിസൈൽ, അല്ലെങ്കിൽ ഡാൻസിങ് മിസൈൽ എന്നറിയപ്പെടുന്ന സെജിൽ 2, വേറെ എന്തോ 2 പേരും കൂടി എന്നെ പറയുന്നുണ്ട്. അതായത് ഖമനേയി കൊല്ലപ്പെട്ട് കഴിഞ്ഞാൽ ഒരു റെജീം ചേഞ്ച് അവിടെ ഉണ്ടാവും, ഞങ്ങൾ ഇയാളെ പുറത്തേക്കാക്കി തരാം, ബാക്കി നിങ്ങൾ നോക്കിക്കോ എന്ന് പറഞ്ഞിട്ട് അവിടെ ഈ ഖമനേയിനെ വകവരുത്തിയിട്ടുള്ള US വിചാരിച്ചത് സ്വാഭാവികമായിട്ടും ഒറ്റയടിക്ക് ഇറാൻ്റെ ഭാഗത്തുനിന്ന് ഒരു സറണ്ടർ ഉണ്ടായിരിക്കുന്നുള്ളൂ. പക്ഷേ ഉണ്ടായതൊന്നുമല്ല. അവിടെ യാതൊരുവിധ സറണ്ടറോട് അവർ സംസാരിക്കുന്നില്ല. അവർ സെക്കൻഡ് വേവ് ഓഫ് അറ്റാക്സിലേക്ക് തിരിഞ്ഞിട്ടുണ്ട്. അതായത് ആദ്യം ഇവരിട്ടിട്ടുള്ളത് ക്ലസ്റ്റർ ബോംബുകളാണെങ്കിൽ, ഡ്രോൺസ് ഉപയോഗിച്ചിട്ടാണെങ്കിൽ, ഇപ്പോൾ സെജിൽ 2 അല്ലെങ്കിൽ ഡാൻസിങ് മിസൈൽ എന്നറിയപ്പെടുന്ന അവർ തന്നെ വികസിപ്പിച്ചെടുത്തിട്ടുള്ള അവരുടെ ടെക്നോളജി തന്നെയാണ്, ഇറാൻ്റെ തന്നെ ടെക്നോളജിയിൽ, അവരുടെ സ്വന്തം, എൻ്റെ സ്വന്തം പ്രയത്നത്തിൽ എന്നൊക്കെ പറഞ്ഞ മാതിരി അവരുടെ സ്വന്തം ടെക്നോളജിയിൽ വികസിപ്പിച്ചെടുത്തിട്ടുള്ള സെജിൽ 2 അല്ലെങ്കിൽ ഡാൻസിങ് മിസൈൽസ് അവർ വിട്ടിട്ടുണ്ട്. 2000 കിലോമീറ്റേഴ്സ് താണ്ടാൻ ശേഷിയുള്ളതാണ്. 3 സ്റ്റേജസ് ആയിട്ടാണ് അത് ഓപ്പറേറ്റ് ചെയ്യുന്നത്. സെജിൽ 3 ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ മറ്റുള്ള മിസൈൽസിന് ഒരു ഫിക്സഡ് ടാർഗറ്റും ഫിക്സഡ് ട്രജക്ടറി ഉണ്ടായിരിക്കും, പോകുന്ന വഴി ഉണ്ടായിരിക്കും. ഇതിനതില്ല എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. കാരണം ഇതിനെ അയൺ ഡോം അല്ലെങ്കിൽ ബാലിസ്റ്റിക് മിസൈൽസിനെ തടുക്കുന്ന രീതിയിലുള്ള ഇൻ്റർസെപ്റ്റർ മിസൈൽസ് വെച്ചിട്ട് ഇതിനെ അടിക്കാൻ കഴിയില്ല. കാരണം ഇതിനൊരു ഫിക്സഡ് ട്രജക്ടറി ഉണ്ടായിരിക്കില്ല. ഇത് ഡാൻസ് കളിച്ചിട്ടാണ് പോവുക. കൃത്യമായിട്ടുള്ള ഒരു പാത ഇതിനില്ല എന്നുള്ളൊരു ഇൻഫർമേഷനാണ് പുറത്തേക്ക് വരുന്നത്. ആ ഒരൊറ്റ കാര്യം കൊണ്ട് തന്നെ ഇത് എക്സ്ട്രീംലി ഡേഞ്ചറസ് ആണ്. ഈ ഒരു മിസൈൽ വെച്ചിട്ടാണ് ഇവർ മറ്റുള്ള രാജ്യങ്ങളിലേക്കും US ആലീസ് ആയിട്ടുള്ള ഗൾഫ് രാജ്യങ്ങളിലേക്കും ഇസ്രായേലിനെ പോലും ഇവർ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ള റിപ്പോർട്ട്സ് കൂടി വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ ട്രംപ് പറഞ്ഞ പോലെ ഞങ്ങൾ പരിപാടികളൊക്കെ തീർന്നു, ട്രംപ് പറഞ്ഞെന്ന് വെച്ചാൽ ഞങ്ങൾ വേഗം തീർത്തരാം, അവർ സറണ്ടർ ആവുമെന്നാണ് പറഞ്ഞത്. കുറച്ച് ദിവസം കഴിഞ്ഞാൽ ചിലപ്പോൾ ട്രംപ് പറയുമായിരിക്കാം ഞങ്ങളെ പരിപാടികളൊക്കെ കഴിഞ്ഞു. ട്രംപ് അല്ലെങ്കിൽ നെതന്യാഹു കാര്യമായിട്ട് അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. കാര്യമായിട്ട് ട്രംപാണ് പൊട്ടത്തരം വിളിച്ച് പറയുന്ന പോലെ ഞങ്ങളുടെ പരിപാടികളൊക്കെ കഴിഞ്ഞു, ഇനി അവർ സറണ്ടർ ചെയ്യും എന്നും പറഞ്ഞിട്ട് ഇയാൾ തിരിച്ചടക്കുമ്പോഴാവും നിൽക്കവിടെ, സറണ്ടർ ചെയ്യാനൊന്നും സമയമായിട്ടില്ല, ഞങ്ങൾ നിർത്തണം. ഇപ്പോൾ സത്യം പറഞ്ഞാൽ തുടങ്ങിയത് അമേരിക്കയാണെന്നുണ്ടെങ്കിലും അവരതാ പറഞ്ഞിട്ടുള്ളത്, തുടങ്ങിയത് അവരാണെന്നുണ്ടെങ്കിലും യുദ്ധം എപ്പോഴാണ് നിർത്തേണ്ടത് എന്നുള്ളത് ഞങ്ങളാണ് തീരുമാനിക്കുക. ചില കാര്യങ്ങളൊക്കെ സംസാരിക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ സ്വതസിദ്ധമായിട്ടുള്ള തമാശ രൂപത്തിലൊക്കെ കാര്യങ്ങൾ അവതരിപ്പിക്കും. പക്ഷേ ഇറ്റ്സ് മോർ ഹൊറിബിൾ ദാൻ ദാറ്റ്. കാരണം വെച്ചാൽ നമ്മൾ തമാശ രൂപത്തിൽ പറയേണ്ട ഒരു കേസല്ല എന്നുള്ളത് വളരെ കൃത്യമായിട്ട് അറിയാം. നമ്മളൊക്കെ വളരെ സന്തോഷമായിട്ട് ഇവിടെ ജീവിക്കുന്ന സമയത്ത് നമ്മുടെ തന്നെ സഹോദരങ്ങൾ അല്ലെങ്കിൽ മനുഷ്യകുലത്തിലുള്ള മറ്റുള്ള ആൾക്കാർ വേറൊരു ലോകത്ത് അത്രയധികം പ്രശ്നങ്ങൾ അനുഭവിക്കുക എന്ന് പറയുന്ന സമയത്ത് ഇറ്റ്സ് നോട്ട് അറ്റ് ഓൾ ഗുഡ്. അത് വളരെ കൃത്യമായിട്ട് അറിയാം. പക്ഷെ എന്നാലും ഭയങ്കര കഷ്ടമാണ്. യുദ്ധം നഷ്ടങ്ങൾ മാത്രമേ ഉണ്ടാക്കുള്ളൂ. അല്ലാണ്ട് അതിലൊരു അൾട്ടിമേറ്റ്ലി ഒരാൾ നിർത്തി വിജയിച്ചു എന്ന് പറയുന്ന സമയത്തും നഷ്ടങ്ങളുടെ കണക്ക് നമുക്ക് എടുക്കാൻ കഴിയില്ല. അത്രയധികം ലോസ് നമുക്ക് ഉണ്ടായിരിക്കും. അപ്പോൾ ഇതാണ് ഈ ഒരു അവറിലുള്ള അപ്ഡേറ്റ്സ്. നെക്സ്റ്റ് ഫെർദർ അപ്ഡേറ്റ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അടുത്ത വീഡിയോ ആയിട്ട് വരാം. എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് കമൻറ്റ് ചെയ്യൂ. ഫസ്റ്റ് ഇയാളുടെ വീഡിയോ കാണിച്ചിട്ടുള്ള വീഡിയോ ആയിട്ട് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത്. ഇനി നെറ്റിസൺസ് അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് ഇതിനെ ഡീകോഡ് ചെയ്തെടുക്കണം. അതായത് നമ്മൾ നോക്കിയതിന് ശേഷം ഇതിൽ വല്ല AI ഉണ്ടോ, അത് പഴയ വീഡിയോ ആണോ, വേറെ വല്ല സ്ഥലത്തും ഈ വീഡിയോ ഇതിന് മുന്നേ വന്നിട്ടുണ്ടോ, ഇത് ലേറ്റസ്റ്റ് ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെ കൺഫേം ചെയ്തതിന് ശേഷം മാത്രമേ ഇതിൻ്റെ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യൂ. അടുത്ത വീഡിയോയിൽ കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇതുപോലത്തെ മോർ സീരിയസ് അപ്ഡേറ്റ്സ്, ജിയോ പൊളിറ്റിക്സ്, വാർ റിലേറ്റഡ് അപ്ഡേറ്റ്സ് ആയിട്ട് വീണ്ടും വരാം. ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലെസ്. ബൈ.